കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടിരുന്നു ദോഹിക്കിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു മാത്യു തന്നെയാണ് കെ എന്നുള്ളത്. ഇതുവരെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിനെല്ലാം പിന്നിലെ മാത്യു ആണ്, അഥവാ കെ ആണ് എന്ന് ദോഹിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ കങ്ങിനെപ്പറ്റി ആലോചിച്ച ശേഷം അദ്ദേഹത്തോട് മാപ്പ് പറയുകയാണ്. നിങ്ങളെ വിശ്വസിക്കാതിരുന്നതിൽ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറയുകയാണ് മനസ്സിൽ. അതിനുശേഷം ഒറ്റയ്ക്ക് അവൻ ഇതെല്ലാം തീർക്കും എന്നുള്ളൊരു തീരുമാനം കൂടി എടുക്കുകയാണ്. കെയെ അവൻ്റെ കൈ കൊണ്ട് കൊല്ലാൻ തന്നെ അവൻ തീരുമാനിക്കുകയാണ്. അതിനുശേഷം കങ്ങിനെ ഏത് വിധേനയും കണ്ടുപിടിക്കാനും അവൻ തീരുമാനിക്കുകയാണ്. അടുത്ത സീനിൽ ന്യൂസാണ് കാണിക്കുന്നത്. ന്യൂസിൽ ആ ഒരു ഗാലറിയിൽ നടന്ന മർഡർ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലൂടെ ആ ഒരു പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഗാലറിയിൽ വെച്ചിരുന്ന എല്ലാ പെയിൻറ്റിങ്സും ഫേക്ക് ആണെന്നുള്ള കാര്യം. കൂടാതെ ഷിംജുൻ സോക്കിനും ചെയർമാൻ ഷിമ്മിൻ്റെ ഭാര്യയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് വരെ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ന്യൂസൊക്കെ കണ്ടുകൊണ്ട് ചെയർമാൻ ഷിം ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് മിസ്റ്റർ ഗു പറയാണ്, ഇനിയും നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, ബിസിനസ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെയർമാൻ എത്രയും പെട്ടെന്ന് ഷിംജുൻ സോക്കാണ് അവൻ്റെ അമ്മയെ കൊന്നത് എന്നുള്ളൊരു കാര്യം പുറത്തു വിടുന്നതായിരിക്കും നല്ലത്. ചെയർമാൻ അതിനുശേഷം പറയാണ്, ഇല്ല, എനിക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല. ജുൻസോക്കിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സോങ്ചൻ എന്ന കമ്പനി ഇല്ല, അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനുശേഷം ചെയർമാൻ ഗുവിൻ്റെ അടുത്ത് പറയാണ്, ഇങ്ങനൊരു വാർത്ത എങ്ങനെയെങ്കിലും ലീക്കാക്കുക. അതായത് ഷിംജുൻ സോക്കിൻ്റെ പേരിൽ മറ്റാരോ ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാമിയെ കൊന്നതും ആ ആൾ തന്നെയായിരുന്നു. അത് കേട്ട സെക്രട്ടറി ഗു ചോദിക്കുകയാണ്, ശരി, സമ്മതിച്ചു, പക്ഷേ ഈ കുറ്റമൊക്കെ ആരുടെ തലയിലിടും? ആ സമയത്ത് ചെയർമാൻ്റെ മനസ്സിൽ വന്നത് ഒരേ ഒരു പേരായിരുന്നു ദോഹിക്ക്. ആ ഒരു ഗാലറിയിൽ വെച്ചിട്ട് അദ്ദേഹം ദോഹിക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ദോഹിക്കിൻ്റെ കയ്യിൽ അന്ന് ചെയർമാൻ ഷിംജുൻ സോക്കിൻ്റെ വാച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വാച്ച് യൂസ് ചെയ്തിട്ട് ദോഹിക്കിനെ ഷിംജുൻ സോക്ക് ആയിട്ട് മാറ്റാനായിട്ട് എളുപ്പം സാധിക്കുമെന്ന് ഗുവിൻ്റെ അടുത്ത് പറയാണ്. എത്രയും പെട്ടെന്ന് അവനെതിരെ തെളിവുകൾ ശേഖരിക്കുക. ഈ ഒരു കേസിൽ അവനേക്കാളും വലിയൊരു ബലിയാടിനെ ഇനി നമുക്ക് കിട്ടാനില്ല. അതേസമയത്ത് റാഹിനെയാണ് കാണിക്കുന്നത്. ഹന്നയുടെ മുടി എടുത്തതിന് ശേഷം ഹന്നയുടെ ഒരു DNA ടെസ്റ്റ് റാഹി നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടെസ്റ്റ് റിസൾട്ട് കൊണ്ട് റാഹിക്ക് മനസ്സിലാവുകയാണ് ഹന്ന ജിൻമോയുടെ മോളല്ല എന്നുള്ള കാര്യം. ആ സമയത്ത് ഹൻമോണി അവിടേക്ക് കയറി വരികയാണ്. അവളോടായിട്ട് റാഹി പറയാണ്, ഇന്നലെ രാത്രി ഇവിടെ പോലീസ് വന്നിരുന്നു, ദോഹിക്കിനെ സഹായിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത്, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ആ സമയത്ത് ഹൻമോണി പറയാണ്, ദോഹിക്കിനെ സഹായിക്കുക എന്ന് വെച്ചാൽ മാത്യുവിനെ സഹായിക്കുകയാണ്. ഞാൻ മാത്യുവിനെ ഇംപ്രസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അതിനുശേഷം റാഹി ഹൻമോണിയുടെ അടുത്ത് പറയാണ്, ഇന്ന് നീ ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ആ ഒരു സീനാണ് ഷൂട്ട് ചെയ്യേണ്ടത്. അതെ, ആ 5 വർഷം മുമ്പ് ആ ഒരു കുഞ്ഞുണ്ടായ സമയത്ത് ശരിക്കും അത് മരിച്ചു പോയിരുന്നു എന്ന് ഹൻമോണിയുടെ അടുത്ത് റാഹി ചോദിക്കുകയാണ്. അപ്പോൾ ഹൻമോണി പറയാണ്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഞാൻ ആ കുഞ്ഞിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയെന്നാണോ? അതുണ്ടായ അന്ന് തന്നെ ഞാൻ ജിൻമോൻ്റെ അടുത്ത് കൊടുത്തിരുന്നു ആ കുഞ്ഞിനെ. അതിനുശേഷം ജിൻമോ തന്നെയാണ് അത് മരിച്ചു പോയി എന്നുള്ള കാര്യം എന്നെ അറിയിച്ചത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഹൻമോണി അവിടെ നിന്ന് പോയി. ഇതും കൂടെ കേട്ട റാഹിക്ക് ചെറിയ രീതിയിൽ സംശയങ്ങൾ വരികയാണ്. ഹൻമോണിയുടെ കുഞ്ഞാണോ ഹന്ന എന്നുള്ള കാര്യം അതൊന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഹൻമോണിയുടെ കുറച്ച് മുടിയും കൂടി റാഹി കളക്ട് ചെയ്യുകയാണ്. അതിനുശേഷം റാഹി മാത്യുവിനെ കാണാനായിട്ട് മാത്യുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ആ സമയത്ത് അവിടെ ഹന്നയും കൂടെ വങ്കീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ റാഹിക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു കെയുടെ മോള് തന്നെയാണ് ഹന്ന എന്നുള്ള കാര്യത്തിൽ. ഹന്നയുടെ അടുത്ത് റാഹി സംസാരിക്കുന്ന സമയത്ത് ഹന്ന പറയാണ്, ഒരിക്കലും ആ ഒരു കുതിര സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകരുത്, തൊട്ട് കഴിഞ്ഞാൽ മാത്യുവിന് ദേഷ്യം വരും എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോയതിന് ശേഷം കുട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കുതിര സ്റ്റാച്ചുവിൻ്റെ മേലിൽ റാഹിക്ക് ഒരു സംശയം വരികയാണ്. അതൊന്ന് നോക്കാനായിട്ട് അതിൻ്റെ അടുത്തോട്ട് പോയി ഒന്ന് തൊട്ടതേ ഉള്ളൂ, അതിനിപ്പുറം തന്നെ ഒരു ഹിഡൻ ഡോറ് ഓപ്പൺ ആവുകയാണ്. അങ്ങനെ ആ ഒരു റൂമിലേക്ക് കയറിയ റാഹി അവിടുത്തെ CCTV വിഷ്വൽസ് ഒക്കെ കാണുകയാണ്. ആ CCTVയിൽ മിസ്റ്റർ ലീനെ കണ്ടിട്ട് റാഹിക്ക് അപ്പോൾ തന്നെ മനസ്സിലാവുകയാണ്. ഇപ്പോൾ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ റാഹിക്ക് പിടികിട്ടിയിട്ടുണ്ട്. അതായത് മിസ്റ്റർ ലീ അവിടെയാണ് പൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മിസ്റ്റർ ലീ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഒരു മാത്യു തന്നെയാണ് കെ എന്നുള്ള കാര്യത്തിലും റാഹിക്ക് ഏതാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ തന്നെ റാഹിക്ക് മാത്യുവിൻ്റെ കോൾ വരികയാണ്. നീ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട്, നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണെന്നാണ് റാഹി പറയുന്നത്. എത്രയും പെട്ടെന്ന് എൻ്റെ ഓഫീസിൽ വന്ന് എന്നെ കാണാനായിട്ട് മാത്യു പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. അതേ സമയത്ത് മാത്യു റാഹിനെ CCTVയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടായിരുന്നു ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നത്. റാഹി ഫോൺ വെച്ച ശേഷം ആ CCTV അവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്യു ഈ സമയത്ത് പൊട്ടിച്ചിരിക്കുകയാണ്. അതായത് ഇതൊക്കെ എന്തോ ഒരു ഗെയിം പോലെ ഉള്ള രീതിയിൽ. അതിനുശേഷം ഹൻമോനെയും ദോഹിക്കിനെയായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്. ദോഹിക്ക് ഹൻമോനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹൻമോനി ഒരാളുടെ ഫോട്ടോ എടുത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരാളുടെ കാർഡ് വെച്ചിട്ട് തിക്കി തക്കയിൽ എവിടെ വേണമെങ്കിലും നിനക്ക് കയറാമെന്ന് പറയാണ്. നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഹൻമോനി ചോദിക്കുന്ന സമയത്ത് ദോഹിക്ക് പറയാണ്, മാത്യു ശരിക്കും ആരാണെന്നുള്ള കാര്യം ഞാൻ എല്ലാവരുടെ അടുത്തും റിവീൽ ചെയ്യുമെന്ന് പറയാണ്. ഇത് കേട്ട ഹൻമോനിക്ക് ശരിക്കും ക്യൂരിയോസിറ്റി ആവുകയാണ്. നീ എന്തൊക്കെയാണ് പറയുന്നത്, ആരാണ് മാത്യു, എന്താണ് നീ റിവീൽ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്.
മാത്യു ആരാണെന്ന് അറിഞ്ഞാൽ ശരിക്കും നീ ഞെട്ടും. നിനക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് മാത്യു. ദോഹിക്ക് അതിനുശേഷം മന്മോനോട് സഹായം ചോദിക്കുകയാണ്, നീ എങ്ങനെയെങ്കിലും എന്നെ തിക്കിത്തക്കയ്ക്കുള്ളിൽ കയറ്റണമെന്ന്. മോനെ ദോഹിക്ക് തൻ്റെ മാനേജറാണെന്ന് പറഞ്ഞിട്ട് തിക്കിത്തക്കയ്ക്കുള്ളിലേക്ക് കയറ്റാണ്. മോനെ ആരും ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല, കാരണം അവൾ അത്രയ്ക്ക് പ്രശസ്തിയായൊരു നടിയായിരുന്നു ആ സമയത്ത്. അതിനുശേഷം മാത്യുവിനെ കാണാൻ വന്ന റാഹിനെയാണ് കാണിക്കുന്നത്. റാഹി നേരെ കേടെടുത്ത് ചോദിക്കുകയാണ്, നീ ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്? നിൻ്റെ അച്ഛൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്നെ ഞാൻ മാത്യു എന്ന് വിളിക്കണോ അതോ കെ എന്ന് വിളിക്കണോ? മാത്യു അത് കേട്ടിട്ട് ചിരിക്കുകയാണ്. ചിരിച്ചതിന് ശേഷം പറയാണ്, ഇതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഇഷ്ടം. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം പേടിച്ചോടിയേനെ. എനിക്കിത് അറിഞ്ഞിട്ട് പേടിക്ക് പകരം കുറച്ച് ആശ്വാസമാണ് ഉണ്ടായത്. നീ മിസ്റ്റർ ലീ അല്ലല്ലോ എന്തായാലും. അതിനുശേഷം റാഹി പറയാണ്, ചെയർമാൻ ഷിമ്മ ഒരു പ്രസ് കോൺഫറൻസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചെയർമാൻ ഷിമ്മ അതിൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ റാഹിക്ക് സംശയം ഉണ്ടായിരുന്നു ചെയർമാൻ ഷിമ്മ കുറ്റം മുഴുവൻ ദോഹിക്കിൻ്റെ തലയിൽ ഇടുമെന്നുള്ളത്. മാത്യുവിനും അതേ സംശയം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം മാത്യു ഒരു പ്രസ് റിലീസ് കാണിച്ചിട്ട് റാഹിയുടെ അടുത്ത് പറയാണ്, ചെയർമാൻ ഷിമ്മിൻ്റെ കോൺഫറൻസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണിത്, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് മുഴുവൻ വായിച്ചതിന് ശേഷം റാഹി പറയാണ്, ഇതെല്ലാം കള്ളങ്ങളാണല്ലോ. ആ സമയത്ത് മാത്യു പറയാണ്, ദാമിനിയുടെ ബയോളജിക്കൽ മദർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കാതിരിക്കില്ല. അതിനെനിക്ക് നിൻ്റെ സഹായം വേണം. റാഹി അതിനെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പറയാണ്, ഈ ഒരു കോൺവെർസേഷൻ മുഴുവൻ ഞാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് തിക്കിത്തക്കയുടെ 50% ഷെയർ തന്നെ എനിക്ക് തരണം എന്ന് റാഹി ആവശ്യപ്പെടുകയാണ്. അതിന് മാത്യു സമ്മതിക്കുന്നുമുണ്ട്. അതിനുശേഷം അതേ ഓഫീസിലുണ്ടായിരുന്ന ദോഹിക്കിനെയാണ് പിന്നെ കാണിക്കുന്നത്. അവൻ ആ ഒരു ഓഫീസിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മോനെ കാണിച്ച ഒരു ഫോട്ടോയിലുള്ള ആളെ കണ്ണിൽപ്പെടുകയാണ്. അതിനുശേഷം അവൻ ആ ആളെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതിനുശേഷം മാത്യു തൻ്റെ ആളുകളോട് ഹന്നനെ കൊല്ലുന്ന കാര്യത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹന്ന ഒരിക്കലും തൻ്റെ വീക്ക്നെസ്സായി മാറാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ മാത്യുവിന് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ മാത്യുവിൻ്റെ ആൾക്കാർ പുറത്തുപോയ ഹന്നനെയും പെങ്ങിനെയും മാത്യുവിൻ്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. മാത്യു അവരെയും കൊണ്ട് വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഹന്ന പറയാണ്, ഞാൻ അങ്കിളിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ അതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു ഗ്ലവ്സാണ്. അതെന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്ത് മാത്യുവിൻ്റെ ആ ഒരു നഖങ്ങൾ മുറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്ന് ഹന്ന മറുപടി കൊടുക്കുകയാണ്. ആ സമയത്താണ് ഭംഗി ആ ഒരു നഖങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആ സമയത്ത് അവൾക്ക് ഓർമ്മ വരികയാണ്, ആ ഒരു ഹോസ്പിറ്റലിൽ ഹന്ന ഉണ്ടായിരുന്ന സമയത്ത് ഹന്നനെ കാണാൻ വന്ന ആളുടെ നഖങ്ങളും ഇതേപോലെ തന്നെയായിരുന്നു. ആൻഡ് ആ ആളുടെ കാര്യം ജിൻമോൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ജിൻമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ ആരുമല്ല കെ ആണെന്നുള്ള കാര്യം. ഈ സമയത്ത് ഭംഗിക്ക് ഉറപ്പാവുകയാണ് തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു മാത്യു തന്നെയാണ് കെ എന്നുള്ള കാര്യം. ഭംഗിക്ക് പേടിയാവുന്നുണ്ടെങ്കിലും മാത്യുവിന് സംശയമൊന്നും തോന്നാതിരിക്കാനായിട്ട് അവളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. എന്തോ ആക്ഷൻ കാണിച്ചതിന് ശേഷം ഹന്നനെ എന്തോ ഒരു ഗെയിമിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം ഹന്ന തനിക്ക് വാഷ്റൂം യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ആ ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് പറയുകയാണ്. ആഗ്രഹമില്ലെങ്കിൽ കൂടി മാത്യുവിന് ഒരു പബ്ലിക് വാഷ്റൂമിൻ്റെ അടുത്ത് വണ്ടി നിർത്തേണ്ടി വരികയാണ്. അങ്ങനെ ഭംഗി ഹന്നനെ കൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. മാത്യുവിന് സംശയമൊന്നും തോന്നാതിരിക്കാനായിട്ട് ബാഗ് എടുക്കാതെയാണ് ഭംഗി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. തിക്കിത്തക്കയുടെ ഓഫീസിൽ ദോഹിക്ക് ആ ഒരു ആളെ പിടികൂടി ഗൺ പോയിന്റിൽ നിർത്തിയതിന് ശേഷം തന്നെ സെർവർ റൂമിലേക്ക് എത്തിക്കാനായിട്ട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. തിക്കിത്തക്കയിലെ CCTVയിൽ ദോഹിക്കിൻ്റെ മുഖം പതിഞ്ഞത് കൊണ്ട് തന്നെ മാത്യുവിൻ്റെ ഫോണിൽ അതിൻ്റെ ഒരു അലേർട്ട് ചെല്ലുകയാണ്. അത് കണ്ട മാത്യു പെട്ടെന്ന് തന്നെ ടെൻഷനായിട്ട് ജിൻമോനെ വിളിച്ചിട്ട് ദോഹിക്ക് തിക്കിത്തക്കയിലുണ്ട്, എത്രയും പെട്ടെന്ന് അവനെ പോയി പിടിക്കണമെന്ന് പറയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മാത്യു പങ്ങീനെയും ഹന്നനെയും നോക്കാനായിട്ട് വാഷ്റൂമിലേക്ക് പോവാണ്. അവിടെ നോക്കിയ സമയത്ത് അവർ രണ്ടുപേരും അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. പുറത്തോട്ട് നോക്കിയ സമയത്ത് അവർ ഓടിപ്പോകുന്നതായിട്ട് മാത്യു കാണുകയാണ്. അവരുടെ പുറകെ ഓടുന്നുണ്ട് മാത്യു. അവർ പക്ഷേ ഒരു ടാക്സിയിൽ കയറിയിട്ട് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ടാക്സിയിൽ കയറിയിട്ട് തൻ്റെ ഫോൺ മറന്നു വെച്ചുകൊണ്ട് തന്നെ വേറൊരു ഫോൺ എടുത്തിട്ട് ഭംഗി ജിൻമോനെ വിളിക്കുകയാണ്. പക്ഷേ ജിൻമോ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ജിൻമോയുടെ ഓഫീസിലേക്ക് വിളിച്ച സമയത്ത് മൂവിയുടെ ഷൂട്ടിങ്ങിനായിട്ട് അവിടുന്ന് ഇറങ്ങി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ ഒരു എംപ്ലോയി ദോഹിക്കിനെ സെർവർ റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. തിക്കിത്തക്കയുടെ സെർവർ റൂമിൽ വെച്ചിട്ട് തന്നെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യാനായിട്ട് ദോഹിക്ക് ആഗ്രഹിച്ചിരുന്നു. അതായത് തിക്കിത്തക്കയുടെ ചെയർമാൻ്റെ ഐഡൻറ്റിറ്റി ഞാനിവിടെ റിവീൽ ചെയ്യാൻ പോവുകയാണ്, മാത്യു മറ്റാരും അല്ല ഷിംജിൻസോക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് എൻ്റർ അടിക്കാൻ നേരത്ത് ജിൻമോ പിറകിൽ നിന്ന് വന്ന് ദോഹിക്കിനെ ബോധം കെടുത്തിയിടുകയാണ്. അതിനുശേഷം മാത്യുവിനെ വിളിച്ചിട്ട് ഇവനെ എവിടെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം സോങ്ഷിങ് ഗ്രൂപ്പിലാണ് കാണിക്കുന്നത്. മിസ്റ്റർ ഗൂസ് വന്നിട്ട് ചെയർമാൻ ഷിമ്മിൻ്റെ അടുത്ത് പറയാണ്, നമ്മുടെ ഡീപ്പ് ഫേക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ചെയർമാൻ പറഞ്ഞ രീതിയിലുള്ള എവിഡൻസുകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺഫറൻസിന് സമയമായി എന്ന് പറയുകയാണ്. ചെയർമാൻ ഷിമ്മ കോൺഫറൻസിൽ വന്നതിന് ശേഷം ഷിംജിൻസോക്കിൻ്റെ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ആ വീഡിയോയിൽ
ജുൻസോക്ക് ഏതൊരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം പറയാണ്, ജുൻസോക്കിൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം അവൻ്റെ ഹെൽത്ത് തീരെ ഓക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അവന് US ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദാമിയുടെ കേസിലൊന്നും അവന് ഇൻവോൾവ് ആവാനായിട്ടുള്ള ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇമിഗ്രേഷൻ ഓഫീസിൽ അവൻ പോയ ഡേറ്റും ഒക്കെ അവർ എവിഡൻസ് ആയിട്ട് ഫേക്കായിട്ട് ഉണ്ടാക്കിയത് അവിടെ കാണിക്കുകയാണ്. അതിനുശേഷം ദോഹ്യുക്കിൻ്റെ ഒരു പടം കാണിച്ചതിന് ശേഷം ചെയർമാൻ ഷിൻ പറയാണ്, ഇവനാണ് എല്ലാത്തിനും കാരണക്കാരൻ. ജുൻസോക്കിൻ്റെ ഐഡൻറ്റിറ്റിയിൽ വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നത് ഇവനാണ്. എൻ്റെ വൈഫിനെയും കൊന്നത് ഇവൻ തന്നെയാണ്. അതിനുശേഷം ആ ഒരു വാച്ചിൻ്റെ ഫോട്ടോ, ദോഹ്യുക്കിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഷിം ജുൻസോക്കിൻ്റെ വാച്ചിൻ്റെ ഫോട്ടോയും കൂടി കാണിച്ചതിന് ശേഷം പറയാണ്, ഇത് ഞാൻ എൻ്റെ മകന് ഗിഫ്റ്റ് ചെയ്ത വാച്ചാണ്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വൈഫിനെ കൊന്നതിന് ശേഷം ഇവനിവിടുന്ന് മോഷിച്ചെടുത്ത വാച്ചായിരുന്നു അത്. ഇതിനെല്ലാം പിറകിൽ ജുൻസോക്ക് തന്നെയാണ് എന്നുള്ളൊരു കാര്യം തിക്കിത്തകയുടെ ചെയർമാനായ മാത്യു ലീയും കൂടാതെ CEO റാഹിയും കൂടി അവരുടെ മൂവി പ്രൊമോട്ട് ചെയ്യാനായിട്ട് വേണ്ടി മാത്രം ഇറക്കിയ ഒരു ഫേക്ക് ന്യൂസാണിത്. അതേസമയം അവിടെ ഷൗട്ട് ചെയ്തുകൊണ്ട് റാഹി കയറി വരികയാണ്, ചെയർമാൻ ഈ പറഞ്ഞ എല്ലാം നുണയാണ്. അതിനുശേഷം മൈക്ക് എടുത്തിട്ട് ചെയർമാൻ്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്, ഇപ്പോൾ ശരിക്കും ജുൻസോക്ക് US നിങ്ങൾ എന്തുകൊണ്ട് അവനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചുകൂടാ എന്ന് ചോദിക്കുകയാണ്. കൂടാതെ റാഹി പറയാണ്, ചെയർമാൻ ഇവിടെ കാണിച്ച എല്ലാ എവിഡൻസും ഡീപ്പ് ഫേക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നതാണ്. ജുൻസോക്ക് തന്നെയാണ് അവൻ്റെ അമ്മയുടെ കൊലപാതകം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം നേരിട്ട് കണ്ട ഒരാളും കൂടിയാണ് ഈ ഒരു ചെയർമാൻ ഷിം. എന്നിട്ടാണ് ഇവിടെ നിന്നിങ്ങനെ കള്ളം പറയുന്നത്. ജുൻസോക്ക് എവിടെയാണെന്നുള്ള കാര്യം ചെയർമാൻ ഷിമ്മിന് പോലും അറിയില്ല. അതുകൊണ്ടാണ് കുറ്റങ്ങളെല്ലാം ദോഹ്യുക്കിൻ്റെ തലയിലിടാനായിട്ട് ചെയർമാൻ ഷിം ശ്രമിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ സത്യമായിട്ട് തന്നെ റാഹി പറയുകയാണ്. അതിനുശേഷം ഒരു ചെറിയ ട്വിസ്റ്റും കൂടി കൊണ്ടുവരാണ്. ചെയർമാൻ്റെ അടുത്ത് പറയാണ്, ചെയർമാൻ നിങ്ങളുടെ മകൻ തന്നെ നിങ്ങളെ കബളിപ്പിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഷിം ജുൻസോക്ക് തന്നെയാണ് ഈ ഒരു കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല അവൻ്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റിയിട്ട് ദോഹ്യുക്കിൻ്റെ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് ചെയർമാൻ ശരിക്കും ഞെട്ടിപ്പോവാണ്. അതിനുശേഷം ജുൻസോക്കിൻ്റെ സർജറി ചെയ്ത ഒരു ഡോക്ടറെ കൂടി റാഹി അവിടേക്ക് വിളിക്കുകയാണ്. ശരിയാണ്, 5 വർഷത്തിന് മുന്നേ ജുൻസോക്കിൻ്റെ മുഖം സർജറി ചെയ്തത് ഈ ഒരു ഡോക്ടർ തന്നെയാണെന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുകയാണ്. കൂടാതെ ജുൻസോക്കിൻ്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നൊരു വീഡിയോയും കൂടി അദ്ദേഹം കാണിക്കുകയാണ്. അതിൽ ജുൻസോക്കിൻ്റെ മുഖം മുമ്പ് എങ്ങനെയായിരുന്നെന്നും അതിനുശേഷം ദോഹ്യുക്കിൻ്റെ മുഖത്തിനെ പോലെ ആക്കിയത് എങ്ങനെയാണെന്നും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു വീഡിയോയും അവരുടെ ഒരു ഡീപ്പ് ഫേക്ക് ടെക്നോളജി യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്തതാണ്. ഇതൊക്കെ കേട്ട ചെയർമാൻ അവിടെ നിന്ന് ശരിക്കും ഷൗട്ട് ചെയ്യുകയാണ് ദേഷ്യപ്പെട്ടുകൊണ്ട്. ഇവർ പറയുന്നതൊക്കെ നുണയാണ്, ദോഹ്യുക്ക് ഒരിക്കലും എൻ്റെ മകനല്ല എന്ന് പറയാണ്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരു DNA ടെസ്റ്റിന് വിധേയമാവാൻ നിങ്ങൾക്ക് തയ്യാറാണോ? അങ്ങനെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊന്ന് കാണിക്കുക എന്ന് റാഹി ചോദിക്കുകയാണ്. ആ സമയത്ത് ചെയർമാൻ പറയാണ്, ഞാനെന്തിനു DNA ടെസ്റ്റ് ചെയ്യണം, നിന്നെയൊക്കെ കേസ് കൊടുത്ത് ഞാൻ അകത്താക്കും എന്ന് പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. ഈ ഒരു സ്ട്രെസ്സും എല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നെഞ്ചിൽ ചെറിയ വേദനയും കൂടി വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ആ ഒരു പ്രഷറൊക്കെ കൊണ്ട് തന്നെ ചെയർമാന് ഈ ഒരു DNA ടെസ്റ്റിന് വേണ്ടി സമ്മതിക്കേണ്ടി തന്നെ വരികയാണ്. അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ ചെയർമാൻ്റെ സാമ്പിൾ ആ ഒരു ഡോക്ടർ കളക്ട് ചെയ്യുകയാണ്. അതുമാത്രമല്ല പോലീസുകാർ ദോഹ്യുക്കിൻ്റെ വീട്ടിലെത്തിയിട്ട് ദോഹ്യുക്കിൻ്റെ സാമ്പിൾസും കൂടി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സീനിൽ ഹൻമോണിയാണ് കാണിക്കുന്നത്. ഷൂട്ടിങ്ങിനെത്തിയ ഹൻമോണി അവിടെ കുറേ പെൺകുട്ടികൾ വന്നിട്ട് അവൾക്കെതിരെ സമരം ചെയ്യുന്നതായിട്ട് കാണുകയാണ്. അതേ പെൺകുട്ടികളായിരുന്നു ഹൈസ്കൂളിൽ വെച്ച് ഹൻമോണിയും അവളുടെ ഫ്രണ്ട്സും കൂടി ബുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സമയത്ത് ഹൻമോണിയുടെ ഫ്രണ്ട്സ് ഇതെല്ലാം അവളുടെ തലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഹൻമോണി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്ന് അവളുടെ ഫ്രണ്ട്സ് പറയാണ്. കൂടാതെ ആ പെൺകുട്ടികൾ ദാമിയെ കൊന്ന കാര്യം കൂടി ഹൻമോണിയുടെ തലയിൽ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഡയറക്ടർ മിഷേൽ അവിടേക്ക് വരികയാണ്. ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോ, ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഹൻമോണിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഫുൾ പ്രൊഡക്ഷൻ കോസ്റ്റ് നീ തന്നെ തരേണ്ടി വരുന്നതാണ്. ഹൻമോണിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ആ സീൻ കഴിഞ്ഞതിന് ശേഷം ജിൻമോയാണ് കാണിക്കുന്നത്. ജിൻമോ ദോഹ്യുക്കിനെയും കൊണ്ട് സെക്രട്ടറി ഗൂൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോഹ്യുക്കിനെ ഏൽപ്പിച്ചതിന് ശേഷം പോകാൻ തുടങ്ങിയ ജിൻമോ ഹന്നയും പങ്ങയും എങ്ങനെയുണ്ട്, അവരുടെ സേഫ്റ്റി ഉറപ്പാണോ എന്നൊക്കെ ഗൂൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അവർക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ള കാര്യം മിസ്റ്റർ ഗു ജിൻമോയെ അറിയിക്കുകയാണ്. അങ്ങനെ ജിൻമോയെ അന്വേഷിച്ചുകൊണ്ട് പങ്ങയും ഹന്നയും മൂവി സെറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ട് ജിൻമോയെ അന്വേഷിച്ചുകൊണ്ടിരുന്ന അവർ നേരെ ഹൻമോണിയുടെ മുന്നിൽ പെടുകയാണ്. അവൾ ആ ഒരു പെൺകുട്ടികളുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട വഴിയായിരുന്നു. ജിൻമോ എവിടെയും ചോദിക്കുന്ന പങ്ങിയോട് തനിക്ക് അറിയില്ല എന്നുള്ള കാര്യം ഹൻമോണി പറയാണ്. ദയവേത് ഹന്നനെ കൂടെ കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് പങ്ങി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഹൻമോണിയുടെ അടുത്ത് ഹന്നയും പറയുന്നുണ്ടായിരുന്നു, ദയവേത് എൻ്റെ അമ്മേനെ ഒന്ന് സഹായിക്കുക എന്ന് പറയുന്നുണ്ടായിരുന്നു. മാത്യു അവരുടെ പുറകെ വണ്ടിയായിട്ട് വന്ന കാര്യം പങ്ങി ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഹന്നനെയും ഹൻമോണിയും കൊണ്ട് അവൾ ഒരു സ്ഥലത്ത് പോയി നിന്ന് ഒളിക്കുകയാണ്.
മാത്യു ഇറങ്ങിയിട്ട് അവരെ അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. മാത്യുവിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പെങ്ങി തീരുമാനിക്കുകയാണ്. ഹൻമോണിയുടെ എടുത്തിട്ട് ഹന്നേനെ ഏൽപ്പിച്ചതിന് ശേഷം ഹന്ന ഒരുപാട് കരഞ്ഞുകൊണ്ട് പെങ്ങിയോട് പോവരുതെന്ന് പറയുന്നുണ്ടെങ്കിലും പെങ്ങി കരയുന്നുണ്ടായിരുന്നു, പക്ഷെ പോവാതിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ മോളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ഹൻമോൻ്റെ അടുത്ത് ഏൽപ്പിച്ചതിന് ശേഷം പെങ്ങി അവിടുന്ന് മാത്യുവിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇത്രയും നേരമായിട്ടും അവരെ ആരാണ് ഓടിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് മാത്രം ഹൻമോണിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പുറത്തോട്ട് നോക്കിയ ഹൻമോണി മാത്യുവിനെ കണ്ടിട്ട് പേടിച്ചു പോവുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഹൻമോണിയുടെ കൈ വിട്ട് ഹന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ്, തൻ്റെ അമ്മേനെ അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ ഹന്നേനെ തപ്പി ഹൻമോണി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു നിമിഷം ഹൻമോണിക്ക് തോന്നി എന്തിനാ ഈ വള്ളിയൊക്കെ പിടിക്കുന്നത്, ഇവിടുന്ന് രക്ഷപ്പെട്ടാലോ എന്ന് തോന്നിയെങ്കിലും പെങ്ങിയുടെ വാക്കുകൾ അവൾക്ക് ആ സമയത്ത് ഓർമ്മ വരികയാണ്, എൻ്റെ മോളെ നോക്കിക്കോണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഹന്നയുടെ പുറകെ പോകാനായിട്ട് തന്നെ ഹൻമോണി തീരുമാനിക്കുകയാണ്. മാത്യുവിൻ്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട് പെങ്ങി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മാത്യുവും പുറകെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. മാത്യു ചിരിച്ചുകൊണ്ട് പെങ്ങിയുടെ അടുത്ത് പറയാണ്, ആ ഹന്ന നിൻ്റെ മോള് പോലെയല്ല, നീ സന്തോഷിക്കുകയാണ് വേണ്ടത്, അങ്ങനെ ഒരു ശല്യത്തെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കി തരുന്നതിന്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് ഭംഗി പറയാണ്, നിന്നെപ്പോലെ ഒരു സൈക്കോപാത്തിനൊക്കെ ഫാമിലിയുടെ വില എങ്ങനെ മനസ്സിലാവും. ഈ ഒരു സൗണ്ട് കേട്ടിട്ട് ഹന്ന അങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു. ഹന്ന അങ്ങോട്ടേക്ക് പോവാതിരിക്കാനായിട്ട് ഹൻമോണി അവളെ പിടിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഹന്ന എവിടെ എന്ന് ചോദിച്ചിട്ട് ഭംഗിയെ അടിക്കുകയാണ് മാത്യു. അവർ സംസാരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും കേട്ടുകൊണ്ട് ഹൻമോനിയും ഹന്നയും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഭംഗി മാത്യുവിനെ ഈ സമയത്ത് കെ എന്നാണ് വിളിക്കുന്നത്. ഇത് കേട്ടിട്ട് ഹൻമോണി ശരിക്കും ഞെട്ടിപ്പോവാണ്. കൂടാതെ നിനക്ക് സ്വന്തം മകളുടെ അടുത്ത് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്നും കൂടി ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് ഹൻമോണി ശരിക്കും ഞെട്ടിപ്പോവാണ്. ആ ഒരു സമയത്ത് ഹൻമോണിക്ക് മനസ്സിലാവാണ് ഹന്ന തൻ്റെയും കെയുടെയും മോളാണെന്നുള്ള കാര്യം. അതിനുശേഷം മാത്യു ഭംഗിയുടെ കഴുത്തിന് പിടിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ഹന്ന അവിടെ കിടന്ന് ഒച്ച വെക്കുകയാണ്. ഹന്നയുടെ ശബ്ദം കേട്ട മാത്യുവും ഭംഗിയും ഒരുമിച്ച് അവരിരുന്ന സ്ഥലത്തേക്ക് നോക്കുകയാണ്. അങ്ങനെ മാത്യുവിന് ഹന്ന അവിടെ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ തൻ്റെ മകളെ രക്ഷിക്കാനായിട്ട് മാത്യുവിൻ്റെ ഒപ്പം ആ ഒരു റൂഫിൽ നിന്ന് ഭംഗി താഴേക്ക് ചാടുകയാണ്. ഭംഗി നേരെ താഴെ വന്ന് വീണെന്നുണ്ടെങ്കിലും മാത്യു അവിടെ സൈഡിൽ എവിടെയോ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഭംഗി വീണ സ്ഥലത്ത് കൃത്യമായിട്ട് ഒരു ഗ്യാസ് പൈപ്പും കൂടെ ഉണ്ടായിരുന്നു. ഷോർട്ട് സർക്യൂട്ട് കാരണം ആ ഒരു ഗ്യാസ് പൈപ്പ് പൊട്ടിത്തെറിക്കുകയാണ്. ഭംഗി അവിടെ വെച്ച് മരണപ്പെടുകയാണ്. ഇത് കണ്ടിട്ട് ഹൻമോണി ശരിക്കും വല്ലാത്തൊരവസ്ഥയിൽ ആയിപ്പോവാണ്.